ഫുട്ബോൾ വേൾഡ് കപ്പ് അവസാനിച്ചിരിക്കുന്നു. സ്പെയിൻ അങ്ങനെ അർജന്റീനയെ തോപ്പിച്ച് 2026 ഫിഫ വേൾഡ് കപ്പ് ചാമ്പ്യന്മാരായിരിക്കുകയാണ്. പക്ഷേ എന്നിരുന്നാൽ പോലും വിവാദങ്ങൾ അവസാനിക്കുന്നില്ല. ഇപ്പോൾ ഏറ്റവും അധികം പറഞ്ഞു കേൾക്കപ്പെടുന്ന കാര്യം എന്ന് വെച്ചാൽ വാസ് ദ 2026 ഫിഫ വേൾഡ് കപ്പ് റിഗ്ഡ്? അർജന്റീന എന്ന ടീമിനെ ഈ ഒരു ടൂർണമെൻറ്റിൽ ഉടനീളം പല കാരണങ്ങളാൽ പറഞ്ഞ് നെഗറ്റീവ് കമൻസുമായിട്ട് നിറച്ചിരുന്നു. അതിനകത്ത് പല കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ലൈക്ക് ഫിഫ ഫാൻ ബോയ് എന്ന് മെസ്സിയെ പറയുന്നു, ഫിഫ ടീം അർജന്റീന, അങ്ങനെ പല കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു. പക്ഷേ ഫൈനൽ എത്തിക്കഴിഞ്ഞിരുന്നപ്പോൾ അവർ തോറ്റതിന് ശേഷം ഇങ്ങനത്തുള്ള ഒരു ചർച്ചകളും വന്നിട്ടില്ല. ഫസ്റ്റ് ഓഫ് ഓൾ വീഡിയോ തുടങ്ങുന്നതിന് ഒരു റിക്വസ്റ്റ്, നിങ്ങൾ എല്ലാവരും ഈ വീഡിയോയ്ക്ക് ഇപ്പം തന്നെ ഒരു ലൈക്ക് ചെയ്യുക. പിന്നെ നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആ സബ്സ്ക്രിപ്ഷൻ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. ഓക്കെ, നമുക്ക് അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. 2026 ഫിഫ വേൾഡ് കപ്പ് എന്ന് പറഞ്ഞാൽ ഒരു വിവാദങ്ങളുടെ ഒരു പെരുമഴ തന്നെയായിരുന്നു. അത് തുടക്കം മുതൽ അവസാനം വരെ അത് നിറഞ്ഞു നിൽക്കുകയായിരുന്നു. അതിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ചർച്ച ചെയ്ത കാര്യം എന്ന് പറഞ്ഞാൽ അർജന്റീന എന്ന ടീം. പലപ്പോഴും പല ആൾക്കാർ പറയുന്നത് അർജന്റീന ഇസ് ഫേവേർഡ് ബൈ ഫിഫ അർജന്റീന ടീമിനെയാണ് സപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ആൻഡ് അവർ ഫൈനലിൽ വരണം, അവർ ഫൈനലിൽ കപ്പടിക്കണം എന്നുള്ള ആഗ്രഹത്തിൻ്റെ പുറത്താണ് ഫിഫ ഇതെല്ലാം ചെയ്യുന്നത് എന്നാണ്. പക്ഷേ ഫൈനലിൽ കണ്ട കാഴ്ച മറ്റൊന്നായിരുന്നു. ഏറ്റവും മികച്ച ഗെയിം കളിച്ചിട്ട് സ്പെയിൻ അർജന്റീനയെ മൊത്തത്തിൽ മുക്കുന്ന കാഴ്ചയാണ് കണ്ടത്. അപ്പോൾ പല ആൾക്കാരും ഇതിൻ്റെ അകത്ത് ചോദിച്ച ചോദ്യം എന്ന് പറഞ്ഞാൽ അർജന്റീന ടീം ഇവർ ഇത്രയും നാള് ടുവേർഡ്സ് ദി എൻഡാണ് കളിച്ച് ജയിച്ച പല കളികളെങ്കിലും, പക്ഷേ അവരിൽ ആ ഒരു പോരാട്ട വീര്യം ഉണ്ടായിരുന്നു. ദേ വാണ്ടഡ് ടു വിൻ എന്നുള്ള നിലയ്ക്ക് അവർ കളിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ ഫൈനലിൽ എന്ത് പറ്റി, എന്തുകൊണ്ടാണ് ഇത്രയധികം ഒരു നിലവാരമില്ലാത്ത ഒരു ഗെയിമിലേക്ക് അർജന്റീന പോയത് എന്നാണ്. ഇതിനകത്ത് കുറേ ഫാക്ടേഴ്സ് നമ്മൾ നോക്കിക്കഴിഞ്ഞിരുന്നാൽ മനസ്സിലാകുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെയൊക്കെ എന്തൊക്കെയോ സ്പെല്ലിംഗ് മിസ്റ്റേക്കുകൾ, നമ്മുടെ രമണം പറയുന്ന കണക്ക് എവിടെയോ എന്തോ ഒരു തകരാറ് പോലെ. അത് തന്നെയാണ് ഈ ഗെയിം കഴിഞ്ഞിട്ട് പല കാര്യങ്ങളും നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ മനസ്സിലാക്കുന്ന കാര്യം. സോ നമുക്ക് ഒന്ന് രണ്ട് വീഡിയോസിലേക്ക് പോവാം. ഫസ്റ്റ് ഓഫ് ഓൾ ഈ വീഡിയോ എന്ന് പറഞ്ഞാൽ മെസ്സി കോപ്പ അമേരിക്ക വിൻ ചെയ്യുന്നതിന് മുമ്പ് ടീംമേറ്റ്സുമായിട്ട് സംസാരിക്കുന്ന ഒരു വീഡിയോ ആണ്. ഫുൾ പംപപ്പായിട്ട് ടീമിനെ നല്ല രീതിയിൽ പ്രോത്സാഹിപ്പിക്കുന്നു, നമുക്ക് വിജയിക്കണം എന്നുള്ള ആ ഒരു മോട്ടിവേഷൻ കൊടുത്തിട്ടുള്ള ഒരു വീഡിയോ. Depende de nosotros ganar esta copa. Así que por eso, ahora vamos a salir, vamos a levantar esa copa y la vamos a llevar para Argentina para disfrutar con nuestra familia, nuestros amigos, la gente que bancó siempre argentino. Para que sea más lindo para todos. Así que salgamos confiados y tranquilos, que esta la vamos a llevar para casa. ഈ സെക്കൻഡ് വീഡിയോ ആണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ വിവാദമായിരിക്കുന്ന വീഡിയോ. ഈ രണ്ടാമത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ മെസ്സി ടീംമേറ്റ്സുമായിട്ട് വേൾഡ് കപ്പ് ഫൈനലിന് മുമ്പ് സംസാരിക്കുന്നതാണ്. നമ്മൾ ഇതിനകത്ത് വിസിബിളായിട്ട് കാണുന്ന പറഞ്ഞാൽ ലൊട്ടോറോ മാർട്ടിനസും പിന്നെ എൻസോ ഫെർണാണ്ടസ് ഇവരൊക്കെ ഭയങ്കരധികം വിഷമിച്ചോ അല്ലെങ്കിൽ കരഞ്ഞിട്ട് നിൽക്കുന്ന കണക്കത്തുള്ള ഒരു കാഴ്ചയാണ് കാണുന്നത്. ആൻഡ് മെസ്സി ആ പഴയ മോട്ടിവേഷൻ ഒന്നുമില്ല, വളരെയധികം മെലോ ആയിട്ടാണ് ആൾക്കാരോട് സംസാരിക്കുന്നത്. കാം ഡൗൺ, അതൊക്കെ മറന്നേക്കൂ, ഇങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞു പോകുന്നത്. അപ്പം ഇത് കണ്ടു കഴിയുമ്പോഴാണ് ഒത്തിരിയധികം ആൾക്കാരിലേക്ക് ഈ സംശയം വരുന്നത്, എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു സംസാരം, ലൈക്ക് കാം ഡൗൺ, കഴിഞ്ഞത് മറന്നേക്കൂ എന്നൊക്കെ പറയുന്നത് ഒരു കളിയുടെ മുമ്പേക്ക് പോകുമ്പോൾ. ഇതിന് മുമ്പുള്ള ഗെയിംസിൽ എന്ന് പറഞ്ഞാൽ ഫുൾ പംപ്ഡപ്പായിട്ടുള്ള മെസ്സിനെ കാണുന്നത്. ഇപ്പോൾ ടണലിൽ പോകുമ്പോൾ ടീംമേറ്റ്സ് എല്ലാവരും വന്ന് മെസ്സിയുടെ സൈഡിൽ വന്നിരിക്കുന്നു, വളരെയധികം ആത്മവിശ്വാസത്തോടുകൂടി തല ഉയർത്തിപ്പിടിച്ചിട്ടുള്ള രീതിയിലാണ് അവിടെ മെസ്സിയും ടീംമേറ്റ്സും കാണപ്പെടുന്നത്. പക്ഷേ ഈ വീഡിയോയിൽ കാണുന്ന പറഞ്ഞാൽ എല്ലാവരും തലയൊക്കെ ഒന്ന് താഴ്ത്തി അധികം മോട്ടിവേറ്റഡ് അല്ലാതെ ഒരു വേൾഡ് കപ്പ് ഫൈനൽ കളിക്കാൻ പോകുന്നതിൻ്റെ ഒരു ഇൻറ്റൻസിറ്റിയും അല്ലെങ്കിൽ ഒരു മൊറാൽ ബൂസ്റ്റ് ഒന്നും ഇല്ലാതെയാണ് ഈ ടീം ഈ ഗെയിമിലേക്ക് അപ്രോച്ച് ചെയ്യുന്നത്. ഇതിനകത്ത് പിന്നെ നമുക്ക് കാണാൻ പറ്റുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഗെയിം തുടങ്ങുന്നതിന് മുമ്പ് ട്രെയിനിങ് സെഷൻ മെസ്സി ഒരു 5-6 ഷോട്ട് എടുക്കുന്നുണ്ട്. ഈ 5 ഷോട്ടും പുറത്തേക്ക് പോകുന്ന കാഴ്ചയാണ്. നമുക്കറിയാം മെസ്സിയുടെ ഒരു ട്രെയിനിങ് പാറ്റേൺ, ഒരു 100 ഷോട്ട് എടുത്താൽ അതിനകത്ത് ഒരു 98 ഷോട്ടും ഗോളിൽ കലാശിക്കുന്ന രീതിയിലുള്ള കിക്കാണ് എടുക്കുന്നത്. പക്ഷേ ഇവിടെ കാണുന്ന പറഞ്ഞാൽ ഹീസ് മിസ്സിങ് ഓൾ ദ ഷോട്ട്സ്. അതിൻ്റെ അർത്ഥം ഹീസ് ലീസ്റ്റ് മോട്ടിവേറ്റഡ്, അല്ലെങ്കിൽ ഇതിൻ്റെ അകത്തൊരു ഇൻട്രസ്റ്റ് ഇല്ലാത്ത രീതിയിലാണ് നമ്മൾ കാണുന്നത്. എൻ്റെ പോസ്റ്റ് മാച്ച് അനാലിസിസിൻ്റെ സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ അർജന്റീനൻ ടീം കളിച്ചെന്ന് പറഞ്ഞാൽ അവർക്ക് ഈ വേൾഡ് കപ്പ് വേണ്ട അല്ലെങ്കിൽ അതിനോട് താല്പര്യമില്ല എന്നുള്ള രീതിയിലാണ്. അപ്പം അതിനെ എന്താ പറയുക, അതിനെ കൺഫേം ചെയ്യിക്കുന്ന രീതിയിലുള്ള കാഴ്ചകളാണ് നമ്മളിപ്പോൾ ഇവിടെ കാണുന്നത്. ആൻഡ് ഓൾസോ ഈ ഗെയിമിൽ അർജന്റീന ചില സന്ദർഭങ്ങളിൽ ബോളുമായിട്ട് മുന്നോട്ട് പോകുന്നു ആൻഡ് ദേ ഹാഡ് ചാൻസ് ടു അറ്റാക്ക്. ഓക്കെ, ആ വൈഡ് സ്പേസസ് ഒക്കെ നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്ത് അറ്റാക്ക് ചെയ്യാനും അകത്തേക്ക് ക്രോസ് ഇടാനും ഒക്കെ ഉള്ള സാഹചര്യങ്ങളുണ്ട്. പക്ഷേ കാണുക പറഞ്ഞാൽ ബോളുമായിട്ട് ഫ്ലാങ്കുകളിലൂടെ പോകുന്നു, അവിടെ സ്റ്റോപ്പായിട്ട് വീണ്ടും തിരിച്ച് ബോള് ബാക്കിലേക്ക് പോകുന്ന കാഴ്ചയാണ് കണ്ടത്. സോ ഐ മീൻ ലൈക്ക് ദേ ഡിഡ്ന്റ് വാണ്ട് ടു അറ്റാക്ക്, അല്ലെങ്കിൽ അവർക്ക് ഒരു ഗോൾ അടിക്കാനോ അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള സാഹചര്യം സൃഷ്ടിക്കാനോ താല്പര്യം ഇല്ലാതെ ഒരു കാഴ്ചയാണ് കാണുന്നത്. ഈ ഒരു ഗെയിമിൽ മറ്റൊരു സംശയം തോന്നിപ്പിക്കുന്ന ഒരു സാഹചര്യം എന്ന് പറഞ്ഞാൽ സ്പെയിൻ അടിച്ച ആ ഗോൾ, അതിൽ ഫെറാൻ ടോറസ് ഓടിപ്പോകുന്ന സമയത്ത് തൊട്ട് ബാക്കിൽ ഗിലോർമേ സിമയോണി നിൽപ്പുണ്ട്. സിമയോണി ഓടി വന്നിട്ട് സഡൻലി അവിടെ നിന്ന് പതുക്കെ സ്ലോ ചെയ്തിട്ട് കാലിൽ സോക്സ് പിടിച്ചിടുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ആ ഗോൾ സ്കോർ ചെയ്ത് കഴിയുമ്പോൾ വീണ്ടും
പതുക്കെ സോക്സ് പിടിച്ചിട്ട് നിൽക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. സോ യൂഷ്വലി ഒരു പ്ലെയർ ഈ കാഴ്ച കാണുമ്പോൾ, അതായത് പ്ലെയർ ഓടിപ്പോയിട്ട് സ്കോർ ചെയ്യാൻ പോകുന്നത് കാണുമ്പോൾ ഹി വുഡ് ഗോ ടു എന്താ പറയുക, ബാക്കിൽ പോയിട്ട് ആ പ്ലെയറിനെ അത് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. പക്ഷേ ഇവിടെ സിമിയോണി അത് ചെയ്യുന്നതായിട്ട് കാണുന്നില്ല. ഇങ്ങനത്തെ കാര്യങ്ങൾ കാണുമ്പോഴാണ് ഈ ഒരു ഗെയിം റിഗ്ഡ് ആണോ, അല്ലെങ്കിൽ ഇതിന് പിന്നിൽ എന്തോ ഒരു ബാക്ക് സ്റ്റോറി കിടപ്പുണ്ട് എന്ന് നല്ല രീതിയിൽ സംശയം തോന്നിപ്പിക്കുന്നത്. ഈ ഒരു ഇഷ്യൂ ഇപ്പോൾ വലിയ രീതിയിലൊരു കോൺസ്പിറസി തിയറിക്ക് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ആൾക്കാർ ഇതൊരു കോൺസ്പിറസി തിയറി, അപ്പോൾ ഇതിൻ്റെ അകത്ത് ആൾക്കാർ പറയപ്പെടുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതെന്താണ് നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ നോക്കാം. യൂഷ്വലി നമുക്കറിയാം മെസ്സി കളിക്കുന്ന സമയത്ത്, പ്രത്യേകിച്ച് ഒരു ഫൈനൽ പോലെ, മെസ്സിയുടെ വൈഫും ഫാമിലിയും പിള്ളേരും എല്ലാവരും അവിടെ കാണാറുണ്ട്. ബട്ട് ദിസ് ഗെയിം നോബഡി വാസ് സീൻ ദെയർ. പിന്നെ അർജന്റീന പ്രസിഡന്റ് ആ ഗെയിം കാണാൻ വരുമെന്ന് പറഞ്ഞിരുന്നു. ഹി വാസ് ഓൾസോ നോട്ട് ദെയർ. സിമയോണി സാധാരണ എല്ലാ ഗെയിമിലും അർജന്റീനയുടെ ഗെയിംസിൽ നമ്മൾ കണ്ടതാണ്, സ്ഥിരം ഒരു വ്യക്തിയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ബട്ട് ഹി വാസ് ഓൾസോ നോട്ട് പ്രസന്റ് ഫോർ ദ ഫൈനൽ. പിന്നെ ലൊട്ടാറോ മാർട്ടിനസ് കഴിഞ്ഞ 2 കളികളിൽ അസിസ്റ്റും ഗോളും സ്കോർ ചെയ്തിട്ട് അവരെ വിജയത്തിലേക്ക് എത്തിച്ച പ്ലെയറിനെ ഫൈനലിൽ ഇറക്കിയിട്ടില്ല. ആൻഡ് സ്കലോണിയുടെ സബ്സ്റ്റിറ്റ്യൂഷൻസ് ഭയങ്കരമായിട്ടുള്ള റോങ് സബ്സ്റ്റിറ്റ്യൂഷൻസ് ആണ് കൊണ്ടുവന്നത്. മേ ബി ലൈക്ക് ഇറ്റ് സൗണ്ട്സ് ലൈക്ക് ഹി ഡിഡ്ന്റ് വാണ്ട് ടു വിൻ ദ ഗെയിം. അതുകൊണ്ടാണോ എന്നുള്ളൊരു സംശയമാണ് ഈ കോൺസ്പിറസി തിയറിസ്റ്റുകൾ പറയുന്ന ഒരു കാര്യം. ബിക്കോസ് ഈ ഒരു ഗെയിമിൽ വിജയിക്കണം, അതിന് ഗോൾ സ്കോർ ചെയ്യണം. അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ സ്കലോണി ചെയ്തിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഹി സബ്സ്റ്റിറ്റ്യൂട്ടഡ് ഡിഫൻസീവ് പ്ലെയേഴ്സ്, എന്നിട്ട് ഒരു കുറച്ച് ഒഫൻസീവ് മൈൻഡഡ് ആയിട്ടുള്ള പ്ലെയേഴ്സിനെയൊക്കെ തിരിച്ചു വിളിക്കുന്നു, ആൻഡ് ഡിഫൻസീവ് പ്ലെയേഴ്സിനെയാണ് അതിൻ്റെ അകത്തോട്ട് ഇട്ടിരിക്കുന്നത്. സോ ഐ ഡു നോട്ട് നോ വൈ ദാറ്റ് ഹാപ്പൻഡ്. പിന്നെ ലിസാൻഡ്രോ മാർട്ടിനസിൻ്റെയും റൊമേറോയുടെയും ഇഞ്ചുറി, സാധാരണ എന്ന് വെച്ചാൽ ഇവരാണ് ഇവരുടെ മെയിൻ ഡിഫൻഡേഴ്സ്, പ്രോപ്പർ ലൈക്ക് സ്ട്രോങ് പില്ലേഴ്സ് ഓഫ് അർജന്റീന. ഇവർ ഈ 2 കളിക്ക് അടുപ്പിച്ച് 2 പേര് ഇഞ്ചുറി വന്ന് പുറത്താകുന്നു. അപ്പോൾ നമ്മൾ ഈ കളിയിൽ കാണുന്നില്ല എന്തെങ്കിലും ടൈപ്പ് ഓഫ് ഒരു ഓപ്പോസിറ്റ് പ്ലെയറുമായിട്ടുള്ള രീതിയിലുള്ള ഒരു ടാക്കിളോ അല്ലെങ്കിൽ അങ്ങനത്തെ രീതിയിൽ വന്നിട്ട് അങ്ങനെ ഇഞ്ചുർഡായി പോകുന്നതായിട്ടല്ല കാണുന്നത്. സഡൻലി പ്ലെയേഴ്സ് അവിടെ ഇരിക്കുന്നു, മതിയാക്കി പോകുന്നു എന്നുള്ള കാഴ്ചയാണ്. സോ ഇങ്ങനത്തെ കാര്യങ്ങളാണ് പറയപ്പെടുന്നത്. ലൈക്ക് ഹൗ ദാറ്റ് ഇഞ്ചുറി ഹാപ്പൻഡ്, ഇവർക്ക് 2 പേർക്കും എങ്ങനെ ഇഞ്ചുറി വന്നു, അപ്പം അവരെന്തുകൊണ്ട് അങ്ങനെ എടുത്ത് മാറ്റി സ്കലോണി എന്ന് പറയുന്ന കാര്യങ്ങളുണ്ട്. പിന്നെ അർജന്റീന ഫെയിൽ ടു രജിസ്റ്റർ ഷോട്ട് ഓൺ ടാർഗറ്റ്. എത്രയോ 90 മിനിറ്റ്സിൽ കൂടുതൽ ഒരു ഷോട്ട് പോലും എടുക്കാനായിട്ട് സാധിച്ചിട്ടില്ല. ആൻഡ് എക്സ്ട്രാ ടൈമിൻ്റെ സെക്കൻഡ് ഹാഫ് ആയി കഴിഞ്ഞപ്പോഴാണ് ഈ 1-2 ഷോട്ട്സ് വന്നത്. അതുവരെയ്ക്കും അത് പറ്റിയിട്ടില്ല. സോ അതല്ല അർജന്റീന എന്ന് പറഞ്ഞാൽ, അറ്റ്ലീസ്റ്റ് ലൈക്ക് സ്പെയിൻ്റെ കാര്യം നമ്മൾ പറയുന്നു, ദേ വേർ ദ ഡിസേർവിങ് ചാമ്പ്യൻസ്, അത് ഉറപ്പാണ്. പക്ഷെ എന്നാൽ പോലും ഇത്രയും കളിച്ച് പോരാട്ടത്തിലൂടെ ലാസ്റ്റ് ഫൈറ്റ് ചെയ്ത് കയറി വന്നൊരു അർജന്റീന ഒരു ഫൈറ്റ് പോലും കൊടുക്കാതെ അങ്ങനെ ചുമ്മാ കീഴടങ്ങുന്നു എന്ന് പറയാനായിട്ടെന്ന് പറഞ്ഞാൽ അതെനിക്ക് തോന്നുന്നില്ല. അതിനകത്ത് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് എന്നുള്ള കാര്യം തന്നെയാണ്. ആൻഡ് സ്പെയിൻ ഹാഡ് 800 passes, അർജന്റീന ഹാഡ് ഓൺലി 300 passes, ലെസ് ദാൻ 300 passes. അപ്പം ആൻഡ് ലൂസിങ് പൊസിഷൻ, പലപ്പോഴും അർജന്റീനൻ പ്ലേയേഴ്സിൻ്റെ കയ്യിൽ നിന്ന് ബോൾ നേരെ സ്പെയിൻ പ്ലേയേഴ്സിൻ്റെ അടുത്തോട്ട് പോകുന്നത് കാണാം. ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ ഉണ്ട്. അപ്പം ഇതൊക്കെ കാണുമ്പോഴാണ് ഈ ഒരു ഗെയിം റിഗ്ഡ് ആണ് എന്ന് ഈ കോൺസ്പിറസി തിയറിസ്റ്റുകൾ പറയുന്നൊരു കാര്യം. ഇതിന് എല്ലാം കാരണം എന്താണെന്ന് ഈ കോൺസ്പിറസി തിയറി ഇത് പറയുന്നത് വെച്ചാൽ, ബിക്കോസ് ഓഫ് ദ പ്രീവിയസ് ഗെയിം ഇംഗ്ലണ്ടുമായിട്ടുള്ള മത്സരത്തിൽ ഫോക്ലൻഡ് ഐലൻഡ്സിൻ്റെ അവരുടെ എന്താ പറയുക, അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ബാനർ അർജന്റീനൻ പ്ലെയേഴ്സ് അത് പിടിച്ച് നിൽപ്പുണ്ടായിരുന്നു. സോ ബിക്കോസ് ഓഫ് ദാറ്റ് ഫിഫ ഹാഡ് ഗോട്ട് പ്രഷർ പലയിടത്തുനിന്ന് വേൾഡ് വൈഡ്, UK കയ്യിൽ നിന്നാണെങ്കിലും പിന്നെ US അങ്ങനത്തെ ഉള്ള ടോപ്പ് കൺട്രീസിൻ്റെ ഭാഗത്തു നിന്നും ഫിഫയ്ക്ക് പ്രഷർ നല്ല രീതിയിലുണ്ടായിരുന്നു ടു ബാൻ അർജന്റീന. അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ദേ ഹാഡ് ഫോഴ്സ്ഡ് അർജന്റീന ടു ലൂസ് ദിസ് ഗെയിം, അല്ലെങ്കിൽ അടുത്ത 10 വർഷത്തേക്ക് അർജന്റീനൻ ടീമിനെ ബാൻ ചെയ്യും എന്നുള്ള ഒരു തിയറിയും പറഞ്ഞു കേൾക്കുന്നുണ്ട്. ഇപ്പോഴേക്ക് ഓൾറെഡി അർജന്റീന ഫൈനലിൽ വന്നതിനെ കുറിച്ചിട്ട് ആൾക്കാർ മുഴുവനും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു സാഹചര്യം കൂടെ വന്നപ്പോൾ ഈ ഒരു പൊളിറ്റിക്കൽ ബാനർ എന്തുകൊണ്ട് ഇവരത് സ്റ്റേഡിയത്തിലേക്ക്, ഐ മീൻ ലൈക്ക് പിച്ചിലേക്ക് കൊണ്ടുവന്നു, ഏതോ കാണികളുടെ കയ്യിലിരുന്നതാണ്, അതും എടുത്തിട്ട് ഇവിടെ കൊണ്ടുവരുന്നതിൻ്റെ സാഹചര്യം എന്താണ്? ബിക്കോസ് അതൊരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ്. സോ ഫിഫയ്ക്ക് അങ്ങനത്തെ രീതിയിലുള്ള പ്രഷർ മൗണ്ട് ചെയ്യുന്ന ഒരു സിറ്റുവേഷനിലാണ് ഫിഫ ഏറ്റവും അവസാനം ഈ ഒരു തീരുമാനം എടുത്തത്. അവരുടെ അടുത്ത് പോയി പറയുന്നു, നിങ്ങൾ ഈ കളി ലൈക്ക് എന്താ പറയുക, ഇതിൽ ശമിപ്പിക്കാൻ വേണ്ടിയിട്ട് യു ഹാവ് ടു ലൂസ് ദ ഗെയിം എന്നാണ് ഫിഫ പറഞ്ഞിരിക്കുന്നത്. സോ ഇതൊന്നും ഞാൻ പറയുന്ന കാര്യങ്ങളല്ല, ഇതാണ് ഈ ഒരു കോൺസ്പിറസിയുടെ തിയറിയുടെ ഭാഗമായിട്ട് പറയപ്പെടുന്ന കാര്യങ്ങൾ. സോ എന്തായാലും ഒരു കാര്യം വ്യക്തമാണ്, മെസ്സിയും പിള്ളേരും അവിടെ എന്താ പറയുക, ഒരു ഫൈറ്റ് കൊടുക്കാതെയാണ് കീഴടങ്ങി എന്നുള്ളതിൽ ഒരു തർക്കമില്ല. അപ്പം അത് ഓൾറെഡി ഇതിനകത്ത് പറയുന്ന കാര്യം എന്ന് വെച്ചാൽ നല്ല മെസ്സിയും സ്കലോണിയും തമ്മിലൊരു തർക്കം ഉണ്ടായിരുന്നു. ബിക്കോസ് സ്കലോണി വാണ്ടഡ് ടു ഹാവ് ഒരു ഡിഫൻസീവ് രീതിയിൽ കളി കൊണ്ടുപോകണം എന്നുള്ളതാണ്. പക്ഷേ മെസ്സി പറഞ്ഞാൽ അതല്ല, വി നീഡ് ടു ഹാവ് എ ഫോർവേഡ് പ്ലേ, അറ്റാക്കിംഗ് പ്ലേ, അങ്ങനത്തെ വേണം. അപ്പോൾ അങ്ങനെയും പറയുന്നുണ്ട്. അപ്പോൾ അവർ തമ്മിലുള്ള ഒരു ഇഷ്യൂയുടെ ബേസിലാണ് ഈ ഒരു കളി ഇങ്ങനെ ആയിപ്പോയത് എന്ന് പറയുന്നുണ്ട്. പക്ഷേ എന്നിരുന്നാലും
ഇതിനകത്തുള്ള മൊത്തത്തിലുള്ള സാഹചര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ ലൈക്ക് ആൾക്കാരിലേക്ക് വലിയ രീതിയിലുള്ള സംശയം ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. ഇതിപ്പം അർജന്റീനൻ ഫാൻസിന് തോന്നുന്നത് മാത്രമായിട്ടുള്ള കാര്യങ്ങളല്ല. ഇത് വേൾഡിലുള്ള കുറേ ആൾക്കാർ ഈ നിഷ്പക്ഷമായിട്ട് കളിയെ കാണുന്ന ആൾക്കാരിലേക്കും ഈ ഒരു ക്വസ്റ്റ്യൻ നല്ല രീതിയിൽ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ആൾക്കാർ ചർച്ച ചെയ്യുന്നുണ്ട്. ഇറ്റ് ഈസ് നോട്ട് ലൈക്ക് ചുമ്മാ ഒരു ഇല്ലാത്ത കാര്യത്തെക്കുറിച്ചുള്ള ചർച്ചയല്ല. പക്ഷേ ഇത് കണക്ട് ചെയ്യുന്ന പല ഫാക്ടേഴ്സും ഇതിൻ്റെ പിന്നിലുണ്ട് എന്ന് ആൾക്കാർ മനസ്സിലാക്കിയിട്ടാണ് ആൾക്കാർ ഈ ഒരു ചർച്ചയിലേക്ക് പോകുന്നത്. സോ ഇതെന്തുമാത്രം ശരിയായിരിക്കും എന്നുള്ള കാര്യമൊന്നും നമുക്കറിയത്തില്ല. ബട്ട് സ്പെയിൻ ഡെഫിനറ്റ്ലി ഡിസേർവിങ് ചാമ്പ്യൻസ്. അവർ മികച്ച രീതിയിലുള്ള കളി തന്നെയാണ് കാഴ്ചവെച്ച് എടുത്തത്. പക്ഷേ എന്നിരുന്നാൽ പോലും അർജന്റീന അങ്ങനെ ഫൈറ്റ് കൊടുക്കാതെ മടങ്ങുന്ന ഒരു കാഴ്ച നമ്മൾ കാണാറില്ല. ആൻഡ് സ്പെഷ്യലി മെസ്സിയുടെ ലാസ്റ്റ് ഗെയിമാണ്. അപ്പോൾ മെസ്സിയെങ്കിലും അറ്റ്ലീസ്റ്റ് ഒരു കുറച്ചൊന്ന് ഉയർന്ന് കളിക്കും, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് പരിശ്രമിക്കും. പക്ഷേ മെസ്സിയുടെ ഭാഗത്തുനിന്നും അത് കണ്ടില്ല. ബിക്കോസ് മെസ്സി കുഡ് ഡു നത്തിങ്. ഒറ്റ ഒരു പ്ലെയർ, ബാക്കി എല്ലാം ഡിഫൻസുമാണ്. ഓൾറെഡി ഈ 4-4-2 കളിക്കുകയാണ്. ഓക്കെ, അപ്പോൾ 2 പേരേ ഉള്ളൂ ഫോർവേഡ് കളിക്കാൻ വേണ്ടിയിട്ട്. അതിൻ്റെ അകത്ത് പിന്നെ ഒരു പ്ലെയർ റെഡ് കാർഡും കൂടെ കണ്ട് പോയി കഴിഞ്ഞപ്പോൾ മെസ്സി കുഡ് ഡു നത്തിങ്. അതിപ്പോൾ മെസ്സിനെ പറഞ്ഞിട്ട് കാര്യമില്ല. ആൻഡ് അതിനനുസരിച്ചുള്ള പ്ലെയേഴ്സും ഇല്ല. എല്ലാം ഡിഫൻസ് മൈൻഡായിട്ട് നിൽക്കുന്നതാണ്. ആർക്കും ഒന്ന് അറ്റാക്ക് ചെയ്ത് മുമ്പോട്ട് വരാനോ അല്ലെങ്കിൽ അങ്ങനത്തെ ഉള്ള ഒരു ചിന്തയുള്ള പ്ലെയേഴ്സും ഇല്ല. സോ ബിക്കോസ് ഓഫ് വിച്ച് മെസ്സി കുഡ് നോട്ട് ഡു എനിത്തിങ്. അപ്പോൾ ഇത് തന്നെയാണ് ഒരു ഫൈറ്റ് പോലും കൊടുക്കാതെ കീഴടങ്ങിപ്പോയിട്ടുള്ള അർജന്റീന. അത് സ്വയം അങ്ങനത്തെ കീഴടങ്ങിപ്പോയതാണോ ബിക്കോസ് ഓഫ് സ്പെയിൻസ് മാസ്റ്റർ ക്ലാസ്, അല്ലെങ്കിൽ ഇതിൻ്റെ പിന്നിൽ മറ്റ് കാര്യങ്ങളുണ്ടോ? ലൈക്ക് ദേ വേർ ലൈക്ക് ഒരു പണിഷ്മെൻറ്റ് കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ട്, ടീമിനെ അത് ഫ്യൂച്ചറിലേക്ക് ബാധിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഫിഫ ഒരുക്കിയ ഒരു കാര്യത്തിൻ്റെ പുറത്ത് ദേ ഹാഡ് ടു സറണ്ടർ. അങ്ങനെ ആയിരിക്കുമോ എന്നുള്ളതാണ് ലോകം ഇപ്പോൾ ഉറ്റുനോക്കുന്നത്. എനിവേസ് ലൈക്ക് ഇതൊക്കെ തിയറീസാണ്, പല ആൾക്കാരും പറയുന്ന കാര്യങ്ങളാണ്. പക്ഷേ നമുക്ക് ഇതിനെക്കുറിച്ചിട്ടൊന്നും അറിയത്തില്ല. കാലം തെളിയിക്കട്ടെ ഇതിൻ്റെ അകത്ത് എന്താണ് സംഭവിച്ചതെന്നുള്ളത്. ഡെഫിനറ്റ്ലി കാലം തെളിയിക്കേണ്ട കാര്യം. സോ എനിവേസ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. കീപ് സപ്പോർട്ടിങ്. ടേക്ക് കെയർ. ബൈ.